കണ്ണാടിക്കലിൽ തെരുവ് നായ്ക്കൊപ്പം കുറുക്കന്റെ ശല്യവും രൂക്ഷമാണ്. നായ ഓടിക്കുന്നതിനാൽ സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ഭീതിയിലാണ്. എവിടെ തിരിഞ്ഞാലും തെരുവ് നായ്ക്കളുടെ ശല്യം എന്നതാണ് അവസ്ഥ. നിയന്ത്രണമില്ലാതെ ഇത്തരത്തിൽ തെരുവ് നായ്ക്കൾ പെറ്റുപെരുകുന്നത് അതിനുവേണ്ടി മൃഗസ്നേഹികൾ സഹായം ചെയ്യുന്നു എന്ന ആരോപണമൊക്കെ ഒരു ഭാഗത്തുണ്ട്. അത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം പേ ഇളകിയെന്ന് സംശയിക്കുന്ന കുറുക്കൻ ചത്തതും ഇപ്പോൾ ആശങ്കയായിട്ടുണ്ട്. AK അഭിലാഷ് അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് കണ്ണാടിക്കലിൽ രൂക്ഷമായ തെരുവുനായ ശല്യവും അതിനൊപ്പം കുറുക്കന്റെ ശല്യവും ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിലുള്ള പലയിടങ്ങളിലായി കുറുക്കൻ ചത്തു എന്നുള്ളതാണ്. ആ കുറുക്കൻ ഇവിടെയുള്ള പല ജീവികളെയും വളർത്തു ജന്തുക്കളെയും കടിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വരെ വലിയ തരത്തിൽ ഭീഷണിയാകുന്ന തരത്തിലാണ് തെരുവുനായ ശല്യം ഉള്ളത് എന്നതാണ്. കാരണം ഇവിടെ ഈ വഴിയിലൂടെ കണ്ണാടിക്കൽ നിന്നുള്ള റോഡാണ്. ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോഴാണ് പലപ്പോഴും പല വീടുകളിലടക്കം വളർത്തുന്ന ഇത്തരത്തിലുള്ള നായകൾ കുട്ടികളെ പിന്നാലെ ഓടി അവരെ കടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത്. പലപ്പോഴും മുതിർന്ന ആളുകൾ ഇടപെട്ടുകൊണ്ട് രക്ഷപ്പെടുത്തുകയാണ് കുട്ടികളെ എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന ഒരു കാര്യം. ഈ കുറുക്കൻ ചത്തു എന്ന് പറയുന്ന പ്രശ്നം കൊണ്ട് ഇവിടെ കുറേ നായകളുണ്ട്. ഇതിലൊരു നായയെ കടിച്ചെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയുള്ള നായകളാണ് പല കുട്ടികളായിട്ട് ഓടിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികൾക്കെല്ലാം മാനസികമായിട്ട് വളരെ വിഷമത്തിലാണ്. കാരണം ഇതിലൂടെ നടന്നു പോകാനായിട്ട് ആരെക്കൊണ്ടും സാധിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും അവരുടെ മാനസികമായ വളർച്ചയെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതിൻ്റെ പുറമെ ഇവിടെ നാട്ടുകാർ തമ്മിൽ തന്നെ ഈ നായ വളർത്തുന്നതുകൊണ്ട് എല്ലാവരും തമ്മിൽ പരസ്പരം ഗ്രൂപ്പായിട്ട് തന്നെ പല പ്രശ്നങ്ങളിലൂടെ ഉണ്ടാകുവാണ്. ഈ വളർത്തുന്നവരും വളർത്താത്തവരും തമ്മിലുള്ളത്. അപ്പോൾ ഇതൊക്കെ തടയേണ്ടത് നമ്മുടെ ഒരു ആവശ്യമായിട്ട് ഞങ്ങൾ കാണുവാണ്. ഒരു നായ എൻ്റെ വയ്യാലെ തന്നെ വരിക. ഞാൻ പേടിച്ചിട്ട് ഓടി. അപ്പോൾ എൻ്റെ വയ്യാലെ വന്ന് ഞാൻ ഇവിടുന്ന് വീണ്. അപ്പോൾ ഇവിടെ ഒരു ഏച്ചി ഉള്ളതുകൊണ്ട് ആ ഏച്ചി നായനെ ഓടിച്ചത്. വണ്ടീൻ്റെ കൂടെ വന്നിട്ട് അവിടം വരെ ഒക്കെ വരുന്നുണ്ട്. വണ്ടീൻ്റെ കൂടെ മോയത്തിലിങ്ങനെ വരുന്ന സമയത്ത് വയ്യാലെ ഓടി കുട്ടി വീണ് കാലിന് പരിക്കൊക്കെ പറ്റി. ഒരു കൂട്ടം നായ്ക്കൾ 5-8 എണ്ണം ഒന്നിച്ച് വീട് വരെ ഓടുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വീടുകളിൽ നായകളെ വളർത്തുന്നു എന്നുള്ളതാണ്. കാരണം അത് 1-2 നായകളെ ഒന്നല്ല, 6-7, 10 നായകളെ ഇത്തരത്തിൽ വീടുകൾ വളർത്തുന്നു. അത് വീടിൻ്റെ കോമ്പൗണ്ട് വാളൊക്കെ ചാടിക്കടന്നുകൊണ്ട് തന്നെ പുറത്തേക്ക് വരികയും കുട്ടികളെ ഓടിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഇവർ ഉയർത്തുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരടക്കം ഇടപെട്ട് പ്രശ്നപരിഹാരത്തിനൊക്കെ ശ്രമിച്ചെങ്കിൽ പോലും പിന്നീട് ആ കാര്യങ്ങളിൽ ഒരു മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. ഏതായാലും ആശങ്കപ്പെടുന്ന സാഹചര്യം തന്നെയാണുള്ളത്. കുറുക്കൻ ചാകുന്നു, അതിന് ഭ്രാന്തുണ്ടെന്ന് സംശയിക്കുന്നു. അത്തരം കുറുക്കൻ വീടുകളിലെയും അതോടൊപ്പം തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലെയും ഒക്കെ ജീവികളെയൊക്കെ കടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള പരിരക്ഷ ഒരുക്കണം എന്നൊരു ആവശ്യം കൂടിയാണ് ഉയർന്നു വരുന്നത്. ഏതായാലും ഇത്തരത്തിൽ വീടുകൾ വളർത്തുന്ന നായകളെ നിയന്ത്രിക്കണം. അതോടൊപ്പം തന്നെ തെരുവുകളിലെ നായകളെ കൂടി നിയന്ത്രിക്കാൻ പഞ്ചായത്തും സർക്കാരും ഒക്കെ ഇടപെടണം എന്നൊരു ആവശ്യമാണ് ഇവരുടെ ഭാഗത്തും വരുന്നത്. സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.